ഓസ്ട്രേലിയയിൽ ടീച്ചറാകാൻ പറ്റുമോ? പഠിക്കേണ്ടത് എന്ത് കോഴ്സാണെന്ന് അറിയാമോ? വഴികൾ ചുരുങ്ങിയതാണ്, ബട്ട് ഇറ്റ്സ് ക്ലിയർലി ഡിഫൈൻഡ്. നമസ്കാരം, ഞാൻ ജസ്വിൻ, ഹോലാവേൾഡ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയുടെ ഡയറക്ടറാണ്. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് നോക്കാം ഓസ്ട്രേലിയയിൽ ടീച്ചിങ് പഠിക്കാൻ എന്തെല്ലാം വേണം, കോഴ്സ് എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്, വിസ പാത്വേ, PR ചാൻസസ് എല്ലാം. വൈ സ്റ്റഡി ടീച്ചിങ് ഇൻ ഓസ്ട്രേലിയ? നമുക്കറിയാം ഓസ്ട്രേലിയയിലെ ഇൻഫ്ലുവൻസേഴ്സ് പലരെയും നിങ്ങൾക്ക് ചിലപ്പോൾ കാണാം. പഠിക്കാൻ വന്നപ്പോൾ റൈറ്റായിട്ടുള്ള കോഴ്സ് സെലക്ട് ചെയ്യാഞ്ഞതുകൊണ്ട് പഠനത്തിന് ശേഷം നഴ്സിംഗ് അല്ലെങ്കിൽ ടീച്ചിങ്, സോഷ്യൽ വർക്ക് തുടങ്ങിയ കാറ്റഗറികളിലേക്ക് പിന്നീട് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നു. സ്റ്റേ ബാക്കിൻ്റെ സമയത്ത് അങ്ങനെ പഠിക്കാൻ ശ്രമിക്കുന്നു. അതുവഴി PRലേക്കും ജോലിയും ലഭിക്കുന്ന ആൾക്കാരുടെ സ്റ്റോറികൾ നമുക്കറിയാം. എന്തുകൊണ്ടാണ് ഈ ടീച്ചിങ് പോലത്തെ പ്രൊഫഷനിൽ നാട്ടിൽ നിന്ന് ആൾക്കാർ പഠിക്കാൻ വരാത്തത് എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ ടീച്ചേഴ്സിന് കിട്ടുന്ന ശമ്പളം കുറവായതുകൊണ്ടായിരിക്കാം. ടീച്ചേഴ്സിന് നല്ല റെസ്പെക്റ്റ് നമ്മുടെ നാട്ടിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും സാറേ ടീച്ചറെ എന്ന് തന്നെയാണ് അവരെ റെസ്പെക്റ്റ് ചെയ്യുകയും ആദരിക്കുകയും ചെയ്യുന്നത്. ഞാനൊരു സാറിൻ്റെ മകനാണ്, അപ്പോൾ എനിക്കറിയാം. എന്നാലും എന്തുകൊണ്ടായിരിക്കും നമ്മുടെ പുതിയ തലമുറ അങ്ങനത്തെ പ്രോഗ്രാമുകൾ സെലക്ട് ചെയ്യാൻ മടി കാണിക്കുന്നത്? പുതിയ തലമുറയിൽ എല്ലാവരും എടുക്കുന്നില്ല എന്നല്ല, അവിടെ ടീച്ചിങ് പഠിക്കുന്നവരുണ്ട്. എന്നാലും BTech അല്ലെങ്കിൽ MBBS ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾക്ക് പോകാൻ കാണിക്കുന്ന പോലത്തെ ഒരു ആഗ്രഹം ടീച്ചിങ് പ്രോഗ്രാമിലേക്ക് കാണിക്കുന്നില്ല. പക്ഷേ ഓസ്ട്രേലിയയിൽ കേസ് ഡിഫറൻ്റ് ആണ്. ഓസ്ട്രേലിയയിൽ എല്ലാ ജോലിക്കും ഏകദേശം ഒരേപോലെ വേതനവും ഒരേപോലെ സാലറി. ടീച്ചർക്ക് കൂടുതൽ സാലറി, കൂടുതൽ റെസ്പെക്റ്റ്, ഡോക്ടർക്ക് കൂടുതൽ റെസ്പെക്റ്റ്, അങ്ങനെ ഒരു വലിയ ഡിസ്പാരിറ്റി ഇല്ല ഇവിടെ. അപ്പോൾ വർക്ക് ലൈഫ് ബാലൻസ് വളരെ നല്ലതുമാണ്. മാത്രമല്ല സേവിങ്സ് കൂടുതലാണ് ടീച്ചേഴ്സിനും നഴ്സസിനും സോഷ്യൽ വർക്കേഴ്സിനും ഒക്കെ. സാലറിക്ക് ശേഷം ടാക്സ് ബെനിഫിറ്റ്സ് ഇഷ്ടം പോലെ ലഭിക്കുന്നുണ്ട്. ടീച്ചേഴ്സിൻ്റെ ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്കറിയാം. ഇഷ്ടം പോലെ അവധി കിട്ടും അല്ലേ? നമുക്ക് വലിയ അവധി, ചെറിയ അവധി, ഓണാവധി, ക്രിസ്മസ് അവധി ഒക്കെ കിട്ടുന്ന പോലെ തന്നെയാണ് ഇവിടെയും. ഇവിടുത്തെ എല്ലാ വെക്കേഷൻസിനും സ്കൂൾ ബ്രേക്കുകൾക്കും ടീച്ചേഴ്സിനും അവധിയാണ്. അപ്പോൾ ഈ ഒരു ഫാക്ടേഴ്സൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ടീച്ചിങ് ഒരു കരിയറായിട്ട് ചൂസ് ചെയ്യുമ്പോൾ. നിങ്ങൾക്കറിയാം ഇഷ്ടം പോലെ റിലാക്സ് ചെയ്യാൻ. ഇനി മക്കളും ഒക്കെ ഉണ്ടായി ഫാമിലിയുമായിട്ടൊക്കെ എല്ലാവരും ഒരു സ്റ്റേജിൽ അങ്ങോട്ടൊക്കെ എത്തുമല്ലേ. അങ്ങനെ പോകുന്ന ഒരു സാഹചര്യത്തിൽ മക്കളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രൊഫഷനാണ്. ഈവൻ ദേ ക്യാൻ ഗോ ടു ദ സെയിം സ്കൂൾ ആസ് യു ആർ ടീച്ചിങ് ഓർ യു ആർ വർക്കിംഗ്. ഇതൊക്കെ ഒരു വലിയ പ്രിവിലേജാണ്. അതൊക്കെ മനസ്സിലാക്കി റീജിയണൽ ഏരിയാസിൽ സെറ്റിൽ ചെയ്യാനുള്ള സാധ്യതകൾ, ഇതൊക്കെയാണ് ടീച്ചിങ്ങിൻ്റെ ഹൈലൈറ്റ്സ്. നമുക്കതിലേക്ക് ഡീറ്റെയിൽഡായിട്ട് കടന്നു ചെല്ലാം. അപ്പോൾ ഓസ്ട്രേലിയയിൽ ടീച്ചിങ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡിമാൻഡഡ് പ്രൊഫഷൻസ്. ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ, പ്രൈമറി എഡ്യൂക്കേഷൻ, സെക്കൻഡറി സ്കൂൾ എഡ്യൂക്കേഷൻ, ഇതിലെല്ലാം ഈ 3 കാറ്റഗറികളിലും സ്കിൽഡ് ഒക്യുപ്പേഷൻ ലിസ്റ്റിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്, സാലറീസ് ബെറ്ററാണ്, PR ചാൻസസ് സ്ട്രോങ്ങറാണ്. ആവറേജ് സാലറി $80,000 to $100,000 പെർ ആനുവൽ സാലറിയും ഉണ്ട്, ബേസ്ഡ് ഓൺ റോൾസ് ആൻഡ് എക്സ്പീരിയൻസ്. സാലറി ആൻഡ് പേ സ്കെയിൽ നമ്മൾ ഗ്രാജുവേറ്റ്സിന് $70,000 to $75,000 കിട്ടുമ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്ക് $120,000 to $150,000 സാലറി കിട്ടുന്നുണ്ട്. അപ്പോൾ ഗ്രോത്ത് സ്ട്രക്ചേർഡ് ആൻഡ് സ്റ്റേബിൾ വേയിലാണ്. ഇനി ലൈഫ് സ്റ്റൈൽ പെർക്സിനെ പറ്റി ഒന്നുകൂടെ പറയാം. വർക്ക് ലൈഫ് ബാലൻസ് വെച്ച് നോക്കിയാൽ ടീച്ചിങ് ടോപ്പ് ടയർ ആയിരിക്കും. സ്കൂൾ അവേഴ്സ് 8 AM to 3:30 PM ആണ്. ഈവനിങ് ആൻഡ് വീക്കെൻഡ്സ് ഫ്രീ ആണ്. 13 വീക്സ് പെയ്ഡ് ഹോളിഡേയ്സ് ഉണ്ട്. മോസ്റ്റ് സ്കൂൾസ് കാം സബർബ്സിലാണ്. പീസ്ഫുൾ ലൈഫ്, സ്ട്രെസ് ഫ്രീ ലൈഫ് എൻവയോൺമെൻറ്റ്, ഇതൊക്കെ തന്നെയാണ് ഹൈലൈറ്റ്. സാലറി പാക്കേജിങ്, പബ്ലിക് സ്കൂൾസിലും നോൺ പ്രോഫിറ്റ്സിലും ജോലി ചെയ്യുന്നവർക്ക് സാലറി പാക്കേജിങ് ബെനിഫിറ്റ്സ് ഉണ്ട്. റെൻറ്റ്, ട്രാൻസ്പോർട്ട്, മോർഗേജ് ടാക്സ് ഫ്രീ ആക്കി നമുക്ക് മാറ്റാൻ പറ്റും. ഇയർലി $5,000 to $10,000 വരെ ഇതുവഴി സേവിങ് ലഭിക്കും. ഇനി അഡീഷണൽ ബെനിഫിറ്റ്സ് സൂപ്പർ ആനുവേഷൻ ഉണ്ട്, അതായത് പെൻഷൻ ഫണ്ട് 11.5% അതിലേക്ക് മാറും. പെയ്ഡ് പേരൻ്റൽ ലീവ്, ലോങ് സർവീസ് ലീവ്, സിക്ക് ലീവ്, 2 to 3 year പബ്ലിക് സ്കൂളിൽ പഠിക്കുന്ന ജോലി ചെയ്താൽ പെർമനൻറ്റ് റോൾസ് ഓഫർ ചെയ്യും, ഫുൾ ഗവൺമെൻറ് ബെനിഫിറ്റ്സ് കിട്ടുകയും ചെയ്യും. ഇനി ജോബ് ഡിമാൻഡ് സ്നാപ്ഷോട്ട് നോക്കാം. ലാസ്റ്റ് 30 ഡേയ്സിൽ സീക്കിൽ 6,235 ജോബ്സ് ഉണ്ട്. ഇനി ജോബ്സ് ആൻഡ് സ്കിൽസ് ഓസ്ട്രേലിയ പറയുന്നത് എക്സെപ്റ്റ് നോർത്തേൺ ടെറിട്ടറി പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സിനെ എല്ലായിടത്തും ടീച്ചേഴ്സിന് ഷോർട്ടേജ് ആണ്. സ്കിൽഡ് വിസ അപ്ലൈ ചെയ്യാൻ ഫസ്റ്റ് സ്റ്റെപ്പ് സ്കിൽ അസസ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. AITSL ഓസ്ട്രേലിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടീച്ചിങ് ആൻഡ് സ്കൂൾ ലീഡർഷിപ്പ് വഴിയാണ് അത് ചെയ്യുന്നത്. ഇനി അതിൻ്റെ ANSCO കോഡ്സ് നോക്കാം. ഏർലി ചൈൽഡ്ഹുഡ് 241111, പ്രൈമറി സ്കൂൾ ടീച്ചർ 241213, സെക്കൻഡറി സ്കൂൾ ടീച്ചർ 241411. ഇനി ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. RMIT, Monash, QUT, UQ, UNSW, UWA, ഡീക്കിൻ, ലട്രോപ്പ്, സ്വിൻബേൺ, ഫ്ലിൻഡേഴ്സ്, യുനീസ, ചാൾസ് ഡാർവിൻ, ഇതെല്ലാം അക്രഡിറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസുമാണ്. ഇനി ടീച്ചിങ് റോൾസിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ നോക്കാം. ഏർലി ചൈൽഡ്ഹുഡ് ടീച്ചർ എന്ന് പറഞ്ഞാൽ 3 മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന ആളാണ്.
പ്ലേ ബേസ്ഡ് ലേണിംഗ്, പ്രീ സ്കൂൾസ്, ഏർലി ലേണിംഗ് സെൻറ്റേഴ്സ്. സാലറി 84K ആണ് ആവറേജ് സാലറി. PR 189, 190, 490 പാത്വേയിൽ എല്ലാം ഉണ്ട്. CSO ലിസ്റ്റിലുള്ളതുകൊണ്ട് 186 നോമിനേഷനും കിട്ടും. പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സ് 5 to 12 ഏജ് ഗ്രൂപ്പിലുള്ളവർക്കാണ്. പ്രൈവറ്റ് സ്കൂളിലും പബ്ലിക് സ്കൂളിലും 75K to 95K സാലറി കിട്ടും. സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സിന് എല്ലായിടത്തും നല്ല ഓപ്പർച്യൂണിറ്റി ഉള്ളതുമാണ്. പ്രൈമറി ടീച്ചേഴ്സ് 5 to 12 ഇയേഴ്സ് ഏജ് ഗ്രൂപ്പിലുള്ളതാണ്. പ്രൈവറ്റ് ആൻഡ് പബ്ലിക്കിൽ 75 to 90K സാലറി. PR എല്ലാ പാത്വേസിലും ഉണ്ട്. സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സിന് 12 to 18 ഇയർ ഓൾഡ് സ്റ്റുഡൻസിനാണ്. സബ്ജക്ട്സ് ലൈക്ക് മാത്സ്, സയൻസ്, ഇംഗ്ലീഷ് ഇതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അവിടെ നല്ല ഷോർട്ടേജസും ഉണ്ട്. 199, 190, 491, 186 കാറ്റഗറിയിലെല്ലാം ജോബ് ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. റീജിയണൽ ടീച്ചിങ് പെർക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. റീജിയണൽ ഏരിയാസിൽ ടീച്ചേഴ്സിന് നല്ല ആവശ്യമാണ്. റീജിയണൽ ഏരിയാസിൽ ടീച്ചിങ് ചെയ്യുമ്പോൾ സാലറി കൂടുതലായിട്ട് ലഭിക്കുന്നുണ്ട്. PRൽ എക്സ്ട്രാ പോയിൻറ്റ്സ് ലഭിക്കുന്നുണ്ട്. സബ് ക്ലാസ് 1 491 വഴി PR കിട്ടാൻ കൂടുതൽ എളുപ്പമാണ്. പിന്നെ റീലൊക്കേഷൻ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതായത് അങ്ങോട്ട് താമസം മാറ്റുന്നതിന് ജോലി കിട്ടുമ്പോൾ നിങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യം, അതിനൊക്കെയുള്ള റെൻറ്റ്, കാറ് വരെ ചിലപ്പോൾ തരാറുണ്ട്. റെൻറ്റ് അക്കോമഡേഷൻ സബ്സിഡി ആയിട്ടും തരാറുണ്ട്. ഇനി ഫ്യൂച്ചർ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി നോക്കാം. അടുത്ത 5 വർഷത്തേക്ക് 2030 വരെയുള്ള പീരീഡിൽ ടീച്ചിങ് ജോബിന് ഗ്രോത്ത് എക്സ്പെക്റ്റ് ചെയ്യുന്നത് 9.4% ആണ്. 2026 25,800 ആൻഡ് പ്ലസ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഓസ്ട്രേലിയ ക്രോസ് ഉണ്ടാകും എന്നാണ് സർക്കാർ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ റിപ്പോർട്ടുകളിലൊക്കെ ടോപ്പ് ഗ്രോയിങ് പ്രൊഫഷൻസ് ഇൻ ഓസ്ട്രേലിയ, ഏറ്റവും ഡിമാൻഡിലുള്ള 5 പ്രൊഫഷൻ കാറ്റഗറിയിൽ ടീച്ചിങ് വരുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നന്നായിട്ട് മനസ്സിലാക്കുക. ഹയസ്റ്റ് പേയിങ് സിറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ടൗൺസ്വിൽ, ഗോൾഡ് കോസ്റ്റ്, സിഡ്നി, മെൽബൺ, ബെലറത്ത്, സെൻറ്റ് ആൽബൺസ്, അഡിലെയ്ഡ്, ബുണ്ടബർഗ്, പാരമറ്റ. ഇവിടെയൊക്കെ ടീച്ചേഴ്സിന് നല്ല ഡിമാൻഡാണ്. ഇവിടെയൊക്കെ ജോബ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമ്പോഴുള്ള സാലറിയും വളരെ കൂടുതലാണ്. ടോപ്പ് പെർഫോമിംഗ് സ്കൂൾസ് ഒന്ന് പെട്ടെന്ന് പറയാം. ജെയിംസ് റൂസ്, പോൾക്കം ഹിൽസ്, നോർത്ത് സിഡ്നി ബോയ്സ് ആൻഡ് ഗേൾസ്, ഹോൺസ്ബി, പെർത്ത് മോഡേൺ, ഗിരാവീൻ, നോർമൻ ഹസ് ബോയ്സ്, സിഡ്നി ഗ്രാമർ, ഫോർട്ട് സ്ട്രീറ്റ്. ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ ഒരു പ്രൗഡ് കരിയർ മൂവ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ ബാച്ചിലേഴ്സോ മാസ്റ്റേഴ്സോ ടീച്ചേഴ്സായിട്ട് പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇത് മാത്രമല്ല, നാട്ടിൽ ടീച്ചേഴ്സ് ആയിട്ടുള്ളവർക്കും സ്കിൽ അസസ്മെൻറ്റ് ചെയ്ത് ഓസ്ട്രേലിയയിലേക്ക് വരാൻ സാധിക്കും. ഈ ഓപ്പർച്യൂണിറ്റിയെ പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർ മൈഗ്രേഷൻ ആയിക്കോട്ടെ, സ്റ്റഡി എബ്രോഡ് റിക്വസ്റ്റ് ആയിക്കോട്ടെ, എന്തിനും ഹോല വേൾഡിനെ സമീപിക്കാം. നമ്മളെ കോൺടാക്റ്റ് ചെയ്യേണ്ടത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരുന്ന എൻക്വയറി ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ വാട്സാപ്പിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറും ഫ്ലാഷ് ചെയ്യുന്നുണ്ട്. ദിസ് ഇസ് ജസ്വിൻ സൈനിങ് ഔട്ട് ഫ്രം ഹോല വേൾഡ് യൂട്യൂബ് ചാനൽ.